എന്തായി? എനിക്കിത് വേണ്ട സാറേ. ഞാനിപ്പോൾ ഇത് വാങ്ങിച്ച ഇരന്ന് വാങ്ങിയ പോലെ ഉണ്ടാവും. എനിക്ക് വേണ്ട സാറേ. എങ്ങോട്ടാ സാറേ? ഞാനും വരട്ടെ? വേണ്ട വേണ്ട, ഞാൻ എൻ്റെ ഒപ്പം ചുറ്റിക്കാണുകാർ. അയാളെങ്ങനെയുണ്ടാ? ആര്? ആ വന്നാളില്ലേ അയാള്? അയാള് എനിക്ക് ബിരിയാണിയൊക്കെ ഓടിച്ചെന്ന്. അയാൾ നിന്നോട് എന്തൊക്കെ ചോദിച്ചു? എന്നെ പറ്റിച്ചു പോയില്ലേ, അവരെ പറ്റി ചോദിച്ചു. ആര്? എന്നോട് മിണ്ടാണ്ട പോയതിനെ പറ്റി. നീ എന്തു പറഞ്ഞു? എന്നെ പറ്റിച്ചു പോയെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ എന്ത് പറഞ്ഞു? എടാ പുള്ളി എന്ത് പറഞ്ഞെന്ന്? പുള്ളി അവരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചിട്ട് എന്തിനാ പറ്റിച്ചു പോയെന്ന് ചോദിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവര് പോയെന്ന് നിനക്ക് ഓർമ്മയില്ല? ഞാനെന്ന് പറഞ്ഞ റിസോർട്ടില്ലേ ഇവിടെ ഞാനിപ്പോൾ അവരോട് വന്നിരുന്നവർ പറഞ്ഞു ഇവിടെ ആകെ എന്തൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ എവിഡൻസ് ഒന്നും ഇല്ലല്ലോ. എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇവർക്ക് എന്തൊക്കെയോ അറിയാം. എടാ ഞാൻ സർവീസ് ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആകെ പ്രശ്നം. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യണ്ട. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, എന്തെങ്കിലും തീരുമാനമാക്കിയിട്ട് ഞാൻ നാട്ടിലേക്ക് വരും. എനിക്ക് അവരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചില്ല. പിന്നെ
എന്താ സാർ? നിനക്ക് എന്തേലും അവരെക്കുറിച്ച് അറിയാമെങ്കിൽ നീ എന്നോട് പറയണം. എനിക്ക് അവരെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം. സാറ് CA ആണോ? ഞാൻ CEO ഒന്നുമല്ല, ഞാൻ CPO ആണ്. പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും ഈ കേസൊന്ന് തെളിയിക്കണം. ഇപ്പോൾ CPOs ആണോ കേസൊക്കെ അന്വേഷിക്കുന്നത്? സ്റ്റേഷനിൽ വേറെ ആരുമില്ല? അതൊന്നുമല്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് കൊണ്ടുകൊണ്ട് വിടുന്നു. ആരെ? ആഞ്ചലിൻ്റെ കൂടെ വന്നില്ലേ അവനെ. അപ്പം സാർ ആ പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതല്ല അല്ലേ? ഞാൻ അവനെ തപ്പി ഇവിടെ വന്ന അപ്പോഴാണ് എനിക്ക് ലീവ് കിട്ടിയത്. കാരണം തിരിച്ച് ഞാനിവിടെ എത്തി. എന്തേറ്റാ സാർ ഇങ്ങോട്ട് ഓടി വന്നത്? അതൊന്നും എനിക്കറിയില്ല, നീ എന്നോട് ചോദിക്കല്ലേ. ദേ, അവരെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ നീ എന്നോട് പറയണം. അവരെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും അറിയാമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? എനിക്കറിയാവുന്നതെല്ലാം ഞാനന്ന് സാറിനോട് പറഞ്ഞല്ലേ. ഞാൻ അവരെക്കുറിച്ച് നിന്നോട് പറയുമ്പോൾ നിന്റെ മുഖത്തോണ്ടാകുന്ന ഈ ടെൻഷൻ ഉണ്ടല്ലോ, അത് മാത്രം മതി നിനക്ക് അവരെക്കുറിച്ച് നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ. എനിക്ക് ആ പയ്യനും പെങ്കൊച്ചിനും കൂടെ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. അവരെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ നീ എന്നോട് പറയണം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അന്ന് ഞാനിവിടെ ഇല്ലായിരുന്നു. എനിക്ക് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. സാറി പറയുന്ന പിള്ളേരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഏത് ഹോസ്പിറ്റലിൽ? കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു 3 ദിവസം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അമ്മ തിരിച്ചു കൊണ്ടാക്കിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. അപ്പോൾ നീ തിരിച്ചു വരുമ്പോൾ അവരോട് ഉണ്ടായിരുന്നില്ലേ? ഇല്ല സാറേ, സുമിത്ര ഒരു 4000 രൂപ എൻ്റെ കൈ കൊണ്ട് തന്നിട്ട് പറഞ്ഞു അവർ പോയിന്ന്. അപ്പോൾ ഞാൻ അവളോട് ചോദിക്കുകയും ചെയ്തതാണ്, ഇത് 2 ദിവസം റെൻ്റ് ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അവളെന്ത് പറഞ്ഞു? അവർ അഡ്വാൻസ് ആയിട്ട് 2 ദിവസം റെൻ്റ് പേ ചെയ്തിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങ് പോയിന്ന്. എടാ, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഞാൻ നിൻ്റെ വാട്സപ്പിലേക്ക് ഒരു ഡേറ്റും കുറച്ച് ബില്ലും ഒരു ഫോട്ടോയും അയച്ചിട്ടുണ്ട്. നീ നാളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിട്ട് അതൊന്ന് വെരിഫൈ ചെയ്യണം. അത് സത്യമാണെങ്കിൽ നമുക്ക് ലിസ്റ്റിൽ നിന്ന് ഒരാളെ മാറ്റാം. നിനക്ക് എവിടെ നിന്നാ മോതിരം കിട്ടി? അന്ന് ഞാൻ നിൻ്റെ റൂമിൽ വെച്ച് കണ്ട ആ മോതിരം നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഞാൻ ചോദിച്ചു കേട്ടില്ലേ, ആ മോതിരം നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന്? അതെൻ്റെ അമ്മ വാങ്ങി തന്നതാ.